കൊട്ടാരക്കര കൂടി ചേരുകയാണ് നടൻ സംവിധായകനായ ബൈജു കൊട്ടാരക്കര. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ ഈ സിനിമയിലെ പവർ ഗ്രൂപ്പിനെ പറ്റി അങ്ങനെ തന്നെയുള്ള പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. പേരുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2019 കൊടുത്ത റിപ്പോർട്ടായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ 2017 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ അതിനും 10 വർഷമെങ്കിലും മുൻപ് മുതലുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഈ മൊഴികളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ആ ഒരു കാലയളവിലുള്ള ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയുള്ള പ്രതിപാദ്യം ഉള്ളത്. ഈ പവർ ഗ്രൂപ്പ് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിൽ ഉള്ളത് എന്ന്. അതിൽ ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ചില സൂചനകളും കിട്ടുന്നുണ്ട്. പക്ഷേ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരല്ലെങ്കിൽ എന്നുള്ള കാര്യം പറയാം. ഇതിൽ സംശയത്തിന്റെ നിഴലിൽ എല്ലാവരും നിൽക്കുന്നു എന്നത് വാസ്തവമാണ്, പേരുകൾ ഇല്ലാത്തതിനാൽ. ഈ പവർ ഗ്രൂപ്പ് ഇപ്പോഴും സിനിമയിൽ സജീവമാണോ? ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണോ? അതായത് ഈ മാഫിയ സംഘം എന്ന് ഒരു പ്രധാനപ്പെട്ട നടൻ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം, അത് ഞാൻ പറയാം, തിലകൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന്. അത് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തിലകന്റെ പേര് പറയാതെ തന്നെയുണ്ട് ഈ മാഫിയ സംഘം എന്ന് ഒരു പ്രമുഖ നടൻ പ്രതിപാദിച്ചതാണ് എന്ന കാര്യം പറയുന്നുണ്ട്. അത് മറ്റുള്ളവർ മൊഴികളായി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതേ സംഘം തന്നെയാണോ ഇപ്പോഴും സിനിമയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതേ കാര്യങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഏതാണ്ട് 2005, 2006 കാലഘട്ടം മുതൽ ഒരു സംഘം സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങി മഞ്ജുഷ്. ആ സംഘം തന്നെ ഇന്നും അതേ ലെവലിൽ നിലവിലുണ്ട്. അതിൽ ചില ആളുകളൊക്കെ കേസിൽ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ചില ആളുകൾക്ക് കേസുണ്ട്, ചില ആളുകളുടെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ട് അതൊന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു പാഷന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കഴിവിന്റെ പുറത്ത് ഒരു സിനിമയിൽ ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വരുമ്പോൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, ഈ പെൺകുട്ടിയെ പേടിപ്പിക്കുക, ഇതിനെ പേടിപ്പിച്ച് വിടുക, ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സിനിമയിൽ അവസരം തരില്ല എന്ന് പറയുക. ഇനി അഥവാ അതല്ല, നീ വന്നില്ലെങ്കിൽ ഇപ്പൊ ചാനലിൽ പറയാമെന്ന് പോലും എനിക്കറിയാൻ വയ്യ, നിന്റെ അമ്മയായാലും മതി എന്ന് പറഞ്ഞ ആളുകൾ വരെ മലയാള സിനിമയിലുണ്ട്. ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിൽ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞത് മുതൽ ഒരു ഗ്രൂപ്പ് സജീവമായിട്ടുണ്ട് മലയാള സിനിമയിൽ. ആ ഗ്രൂപ്പിന്റെ പണി എന്ന് പറയുന്നത് ചിലരെ വെളുപ്പിക്കാൻ വേണ്ടി, അതായത് ഈ 15 അംഗ മാഫിയ സംഘത്തെ വെളുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി, ഒന്ന് പൊതിഞ്ഞു വെക്കാൻ വേണ്ടി ചില ന്യായീകരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പണ്ട് മുതലേ സിനിമയിലുള്ളതാണ്. ഒരുത്തൻ ഇരുന്ന് പറയുന്നത് കേട്ടു, നടി ശാരദയ്ക്ക് ചോദിച്ചാൽ അറിയാമല്ലോ ഇതൊക്കെ സാധാരണയാണെന്ന്. ഒരുത്തൻ പറഞ്ഞതാണെന്നൊരു ചാനലില്. അതായത് നടി ശാരദയ്ക്ക്, ഇതിന്റെ കമ്മീഷൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ശാരദ എന്ന നടിക്ക് ചോദിച്ചാൽ അറിയാം ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കാര്യമായിരുന്നു, അവർക്കത് പറഞ്ഞുകൂടെ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. അപ്പൊ ഇവർക്ക് നിർത്താനൊന്നും പാടില്ല, ഇവർ നിർത്തൂല്ല. ഇത് നിർത്തണമെങ്കിൽ സർക്കാർ ഈ പേരുകൾ പുറത്തുവിടണം. ഞാനും സിനിമയുടെ ചോറിന് ജീവിക്കുന്ന ആളാണ്. വർഷങ്ങളായി സിനിമയ്ക്കകത്ത് 10-15 വർഷമായി മലയാള സിനിമയിൽ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇവരുടെ ഈ ക്രൂര കൃത്യത്തിന് ഇരയായ ഒരാളോടാണ് ഞാനും വിനയനും തിലകനും അടക്കമുള്ള ആളുകൾ. മലയാള സിനിമയിൽ മാക്ട ഫെഡറേഷൻ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയെ തകർത്തത് അവിടെ തുളസീദാസ് എന്ന് പറഞ്ഞത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ചർച്ച ചെയ്തതാണ്. അന്ന് വിനയൻ ഉൾപ്പെടെയുള്ള ആളുകളെ, വിനയനെയും എന്നെയും തിലകനെയും ഇതിനനുകൂലമായി നിന്ന ആളുകളെ മുഴുവൻ അപ്രഖ്യാപിത വിലക്ക് കൊണ്ട് അവർ നേരിട്ടു. ഞാൻ തന്നെ അന്ന് ഏതാണ്ട് 6ഓളം സിനിമകൾക്കാണ് അഡ്വാൻസ് വാങ്ങിയിരുന്നത്. ആ സിനിമകളൊന്നും നടന്നില്ല. വിനയന് കുറെ കാലം സിനിമയിലാ നടന്നു. ഈ തിലകൻ എന്ന് പറഞ്ഞ മഹാനടൻ ഏറ്റവും ഒടുവിൽ നാടകം കളിക്കാൻ വരെ പോകേണ്ട അവസ്ഥ വന്നു. അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു CPIയുടെ നേതാവുമൊക്കെയാണ്. ആ മനുഷ്യനാണ് അവിടെ ഒരു നാടക സമിതി ഉണ്ടാക്കി തിലകനെ അതിൽ സംരക്ഷിച്ചത്. അപ്പൊ ഈ പെൺകുട്ടികളുടെ കാര്യം പറയണോ? എനിക്കൊരിക്കൽ ഒരു രാത്രി ഒരു ഫോൺ വന്നിരുന്നു തേക്കടയിൽ നിന്ന്, ഒരു പെൺകുട്ടിയുടേതാണ്, ഒരു മേക്കപ്പ് അസിസ്റ്റന്റിന്റെ. ഞാൻ മാക്ട ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയം ആ ഫോൺ വന്നു, മറ്റൊന്നുമല്ല, അവിടെ രാത്രിയിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ആ സിനിമയുടെ നിർമ്മാതാവും ആ പ്രൊഡക്ഷൻ കൺട്രോളറും. ഞങ്ങൾ ആ സമയം തന്നെ അന്നേരം നേരെ അവിടെ യൂണിയനെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞത് ആ കൊടുക്കുക, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടികളേ ഉള്ളൂ. അത് കേസായി, അത് പ്രശ്നമായി. ആ ലൊക്കേഷനിൽ അവസാനം അവര് സാഷ്ടാംഗ പ്രണാമം വീഴേണ്ട അവസ്ഥയിലേക്ക് വന്നു ഈ പെൺകുട്ടിയുടെ കൂടെ. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ധൈര്യം കിട്ടിയെന്ന് വരത്തില്ല. പലരും 1-2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സിനിമയിലേക്ക് ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ
അവളുടെ മാനം കളയണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചു. ബൈജു 136ാമത്തെ പേജ് വളരെ നിർണായകമാണ്. 136ാമത്തെ പേജ് ബൈജു കൊട്ടാരക്കര, ഈ റിപ്പോർട്ടിന്റെ 136ാമത്തെ പേജ്. ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ ഈ മാഫിയ സംഘം എന്ന് ഒരു പ്രമുഖ നടൻ, അത് തിലകനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് തിലകന്റെ മകൾ തന്നെ സോണിയ തന്നെ പരസ്യമായിട്ട് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. തിലകൻ അനുഭവിച്ച വേദന. അതിൽ 136ൽ 269, 70 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ മാഫിയ സംഘം എന്ന പേരിൽ ഈ ഗ്രൂപ്പിനെ, ഈ പവർ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു പ്രമുഖ നടൻ അനുഭവിച്ച വേദനകളാണ്, വിലക്കുകളാണ്. അതിനുശേഷം 270ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ നടൻ തന്നെ സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ, ആ ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്രമുഖ അഭിനേതാവാണ്. ആ അഭിനേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ വീണ്ടും വിലക്ക് വരികയാണ്, ഇക്കാര്യവും പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയും ദുരനുഭവം നേരിടേണ്ടി വന്നു എന്ന്, അതായത് സിനിമയിലും പിന്നെ സീരിയലും ദുരനുഭവം നേരിടേണ്ടി വന്നുവെന്ന് നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചകളാണല്ലോ ഇതൊക്കെ ബഹുമാനപ്പെട്ട തിലകൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ആത്മയുടെ പ്രസിഡന്റ് ആരാണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. യൂത്ത് കോൺഗ്രസുകാർ ഇന്ന് ആ പേര് തന്നെ വെളിപ്പെടുത്തി. മന്ത്രി KB ഗണേഷ് കുമാർ വിനയൻ പറഞ്ഞു ഈ പവർ ഗ്രൂപ്പിൽ ഒരു സംസ്ഥാന മന്ത്രി ഉണ്ട് എന്നുള്ള കാര്യം. ആർക്കും സംശയമില്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന സംസ്ഥാന മന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ പറയുന്ന പോലെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിലും ഈ പേരുകൾ ഉള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സർക്കാർ മടിക്കുന്നു? ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഈ റിപ്പോർട്ടിൽ? ഒരിക്കലുമില്ല മഞ്ജുഷ. അതായത് അത് തന്നെയാണ് എന്റെയും ചോദ്യം. ഈ പേരുകൾ ഇത്രയും സർക്കാരിന്റെ കയ്യിലിരുന്നിട്ട് ഈ 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ട് അതിനെ വെളി അടയിരിക്കുകയായിരുന്നു. അന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ഇനി മഞ്ജുഷയ്ക്ക് അറിയാൻ ഞാനൊരു കാര്യം പറയാം. ഈ റിപ്പോർട്ട് ഇന്നലെ അല്ല പുറത്തു വന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നത് 3 മാസങ്ങൾക്ക് മുമ്പാണ്. ഈ 3 മാസങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ തന്റെ പേരുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ചില ആളുകൾ ഇത് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അങ്ങനെയെങ്കിൽ അതിനെ മറികടക്കാനാണ് ഇവര് ഒരു സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരു മനുഷ്യൻ, കാട്ടുമാക്കാൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അയാൾ ചെയ്തത്. ആ സിനിമയുടെ 2 ദിവസം മുതൽ തിയേറ്ററിലോടാത്ത ഒരു സിനിമ ആ സജിമോൻ പാറയിലെ കൊണ്ട് ഹർജി ഒടിപ്പിച്ചു. അയാളുടെ മാന എവിടെയാണ് ഇടിഞ്ഞു വീണത്? സജിമോൻ പാറയിലെ. അത് കഴിഞ്ഞിട്ടാണ് നടി രഞ്ജിനിക്ക് എന്തായിരുന്നു ഇതിനകത്ത് കാര്യം? പിന്നെ വേറൊരു കാര്യം, ഇന്നലെ രഞ്ജിനിക്ക് വേണ്ടി ആരാണ് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് 1 മണിക്കൂറിന് 25 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന മുകുൾ റോത്തഗി എന്ന് പറയുന്ന ആ അഭിഭാഷകൻ, കപിൽ സിബലിന്റെ മകൻ, ഇവർ രണ്ടുപേരും കൂടി അത് തെറ്റായ ഒരു റിപ്പോർട്ടായിരുന്നു. അവരല്ല, ആ വലിയ അഭിഭാഷകർ രഞ്ജിനിക്ക് വേണ്ടി ഹാജരായിരുന്നില്ല. അത് ആ സമയത്തെ തെറ്റായ ഒരു റിപ്പോർട്ടായിരുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ചോർന്നിരുന്നു, പ്രമുഖർ ഇത് കണ്ടിരുന്നുവെന്ന്. ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണോ താങ്കൾ ഇക്കാര്യങ്ങൾ പറയുന്നത്? ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പങ്കുവച്ചത്. അല്ല, അറിഞ്ഞ കാര്യമല്ല, അത് കൃത്യമായിട്ട് താങ്കൾക്ക് ബോധ്യമുണ്ടോ? താങ്കൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന്? മഞ്ജുഷെ, ഏറ്റെടുക്കാൻ തയ്യാറായി കുരിശു വെക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഹൈക്കോടതി തന്നെ പല പ്രാവശ്യം കയറി ഇറങ്ങിയതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ട് ചോർന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി അന്വേഷിക്കട്ടെ. ഈ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു, എങ്ങനെയാണ് സജിമോൻ പാറയിലിനെയും രഞ്ജിനിയെയും കൂടി ഈ കേസിനകത്ത് ഉൾപ്പെടുത്തിയത്? അവരുടെ ഫോണുകളുണ്ടല്ലോ, അതെടുത്തൊന്ന് CDR എടുത്തൊന്ന് പരിശോധിക്കട്ടെ. ആ CDR പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുമല്ലോ ഇത് എങ്ങനെയാണ് ചോർന്നത്, ആരൊക്കെയാണ് അവരെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ മഞ്ജുഷേ, ഇതിനകത്ത് ഈ സംഭവങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴും സിനിമയ്ക്കകത്തുള്ള എല്ലാവർക്കും അറിയാം ഇത് ആരൊക്കെയാണെന്നുള്ളത്. ഒരു ഷോട്ടിന് വേണ്ടി 18 ഒരു ഷോട്ട് ക്ലിയർ ആയില്ല അല്ലെങ്കിൽ ഓക്കെ ആയില്ല എന്ന് പറഞ്ഞ് 17 പ്രാവശ്യം ഒരു പെൺകുട്ടിയെ കൊണ്ട് ലൊക്കേഷനിൽ നാണം കെടുത്തിച്ചു. തുണിയില്ലാതെ ഹോട്ടലിലൂടെ ഓടിയ കഥയുണ്ട് മലയാള സിനിമയിൽ. ദക്തനായി കിടക്കുന്ന പിന്നെ നായക നടനെ കുളിപ്പിക്കുന്ന നായികമാരുണ്ടായിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? ഇതൊക്കെ മലയാള സിനിമ സംഭവിച്ച കാര്യങ്ങളാണ്. എവിടെയൊക്കെ പേര് പറയാൻ നിന്നാലുണ്ടല്ലോ തലയിൽ മുണ്ടിടുകയല്ല, ഈ നാടേ വിട്ടു പോകേണ്ടി വരും. മാന്യതയുടെ പുറത്ത് മാത്രം പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. ബൈജു, ഈ ആത്മ പ്രസിഡന്റിന്റെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ? താങ്കൾ അക്കാര്യം സംശയിക്കുന്നുണ്ടോ? ഈ ആത്മ പ്രസിഡന്റിന്റെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ റിപ്പോർട്ട് ഇത്രയും നാൾ വെളിച്ചം കാണാതിരുന്നു എന്നതിനെ ഞാൻ പറയുന്നില്ല. കേസെടുക്കുന്നതിൽ സാങ്കേതികമായി ഒരു തടസ്സവും നിയമപരമായ തടസ്സങ്ങൾ ഇല്ല എന്നാണ് നിയമവിദഗ്ധർ എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആത്മ പ്രസിഡന്റിന് ഇതിൽ കാര്യമുണ്ടായിട്ടുണ്ടോ?
മഞ്ജുഷെ, ആത്മാ പ്രസിഡന്റ് മാത്രമല്ല, ഇതിനകത്ത് മലയാള സിനിമയിലെ ചില യൂണിയനുകളുടെ നേതാക്കന്മാരുടെ പങ്കു ഇതിനകത്തുണ്ട്, ചില നടന്മാരുടെ പങ്കു ഇതിനകത്തുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ മഞ്ജുഷെ, ഇവിടെ മീട്ടു എന്ന് പറഞ്ഞ് കുറെ ആളുകളുടെ പേരിൽ കേസെടുത്തു. 10 വർഷത്തിന് മുമ്പ് എന്നെ ഞോണ്ടി, 15 വർഷത്തിന് മുമ്പ് എന്നെ ചൊറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, എടുത്ത് അന്വേഷിച്ച് നോക്ക്. അങ്ങനെയുള്ള പോലീസിന് ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ മുമ്പിൽ, ഒരു റിട്ടയർഡ് ജഡ്ജിന്റെ മുമ്പിൽ, ആ ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിൽ ഒരു മൊഴി കൊടുത്തപ്പോ ആ മൊഴി പരിശോധിച്ച് അതിനെതിരെ കേസെടുക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അത് എടുക്കില്ല. എടുക്കുമെന്ന് പറയും, പക്ഷേ എടുക്കില്ല. ഇന്ന് വീണ്ടും നാട്ടെ പുതിയ നിയമം ഉണ്ടാക്കി, ഇനി കോൺക്ലേവ് ഉണ്ടാക്കിയിട്ട് സിനിമ അങ്ങ് രക്ഷിച്ചു കളയാമെന്നാണ് ധാരണ. എന്ത് കോൺക്ലേവ്? ഈ കോൺക്ലേവിനെ വിളിച്ചിരുത്തുന്ന ആരെയാണ്? ഇതിനകത്ത് ഈ പ്രതികളായിട്ട് വരുന്ന ആളുകളെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ സൂക്ഷ്മമായിട്ട് ഇതിനകത്ത് ആളുകളെ വിളിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്താൻ പറ്റും? അപ്പൊ അതൊന്നും അല്ല വേണ്ടത്. ഇതിനകത്ത് വേണ്ടത്, ഞാൻ ആദ്യം മഞ്ജുഷോട് പറഞ്ഞ പോലെ, ഞാനും കഴിക്കുന്നത് സിനിമയുടെ ചോറാണ്, അന്നും ഇന്നും. അപ്പൊ അതുകൊണ്ട് ഈ ചോറ് കഴിക്കുന്ന ഞാൻ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിന് ഞാൻ ഏതറ്റം വരെയും പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വിടണം. പുറത്തു വിട്ടില്ലെങ്കിൽ പോലും അവരുടെ പേരിൽ കേസെടുക്കണം. അവരുടെ പേരിൽ കേസെടുത്ത് നോക്കട്ടെ. അങ്ങനെ ഒരു 15 പേരുടെ പേരിൽ കേസെടുത്താൽ, ഗവൺമെന്റ് അതിനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ ഉറപ്പായിട്ടും ഈ പ്രവണത മലയാള സിനിമയിൽ നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല വീട്ടിൽ പറഞ്ഞ ഒരു പെങ്കൊച്ചു പോലും ഇനി സിനിമയിലേക്ക് വരാതാകും. അതാണ് സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. വളരെ നല്ല നിലയിൽ വന്ന ഈ മലയാള സിനിമ ഒരു കാരണവശാലും ഇനി മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായുള്ള അവസ്ഥയിലേക്ക് വരും. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര, നന്ദി. ചർച്ചയിൽ പങ്കെടുത്തത് താങ്കൾക്ക് മറ്റൊരു ചർച്ച